ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് തെയ്യത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട തെയ്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഐതിഹ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന തെയ്യമാണ് കുട്ടിച്ചാത്തൻ തെയ്യം. ഉത്തര കേരളത്തിൽ കെട്ടിയാടുന്ന ഒരു തെയ്യമാണ് കുട്ടിച്ചാത്തൻ തെയ്യം. 18 ബ്രാഹ്മണ കുടുംബക്കാർ ആരാധിച്ചു പോരുന്ന മന്ത്രമൂർത്തിയാണ് കുട്ടിച്ചാത്തൻ. മാന്ത്രികത്വമുള്ള കുട്ടിച്ചാത്തന്മാരിൽ പ്രാധാന്യമുള്ളവ കരിങ്കുട്ടി, പൂക്കുട്ടി, തീക്കുട്ടി, പറക്കുട്ടി, ഉച്ചക്കുട്ടി എന്നീ കുട്ടിച്ചാത്തന്മാരാണ്. ബ്രാഹ്മണേതര കുടുംബങ്ങളും ഈ തെയ്യങ്ങളെ ആരാധിച്ചു വരുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തുള്ള ഒരു മന്ത്രതന്ത്ര ബ്രാഹ്മണ കുടുംബമാണ് കാളകാട്ടില്ലം. കാളകാട്ട് തന്ത്രിയുമായി ബന്ധപ്പെട്ട തെയ്യമാണ് കുട്ടിച്ചാത്തൻ. ഈ തെയ്യത്തെ കാളകാട്ട് കുട്ടിച്ചാത്തൻ എന്നും വിളിക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന തെയ്യമാണ് കാരണവർ തെയ്യം. വണ്ണാന്മാർ കെട്ടുന്ന ഒരു തെയ്യമാണ് കാരണവർ തെയ്യം. ഈ തെയ്യത്തിൻ്റെ വേഷവിധാനം എന്ന് പറയുന്നത് മുഖത്ത് ചായില്യവും മനയോലയും, ദേഹത്ത് മഞ്ഞൾ, പിന്നെ കിരീടവും വാളും പരിചയം ഉണ്ടാകും. പൊതുക്ഷേത്രങ്ങളിലും തറവാടുകളിലും കുടുംബക്ഷേത്രങ്ങളിലുമാണ് ഈ തെയ്യം നടക്കാറുള്ളത്. ഉത്തര കേരളത്തിലും കർണാടകത്തിലും പ്രചാരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളിൽ ഒന്നാണ് അനുഷ്ഠാന കർമ്മമായ തെയ്യം. പഴയങ്ങാടി പുഴയ്ക്ക് വടക്കോട്ട് കളിയാട്ടമെന്നും പഴയങ്ങാടി മുതൽ വളവട്ടണം വരെ തെയ്യമെന്നും, അതുപോലെ കോഴിക്കോട് ജില്ലയുടെ വടക്കൻ ഭാഗങ്ങളായ വടകര, കൊയിലാണ്ടി എന്നീ പ്രദേശങ്ങളിൽ തിറ എന്ന പേരിലുമാണ് ഇത് അവതരിപ്പിച്ചു വരുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന തെയ്യമാണ് അഗ്നികണ്ഠകർണൻ അഥവാ കണ്ഠകർണൻ. ഈ തെയ്യത്തിൻ്റെ വേഷം എന്ന് പറയുന്നത് അസുരവാദ്യങ്ങളുടെ അകമ്പടിയുടെ തെയ്യം പുറപ്പെടുന്നു. കയ്യിലും മെയ്യിലും അഗ്നി, അരയിലും ഭീമാകാരമായ തിരുമുടിയിലും നിറയെ തീപ്പന്തങ്ങൾ, മുഖത്ത് കരിന്താടി, പൊയ്ക്കണ്ണ്, കയ്യിൽ ആയുധങ്ങൾ എന്നിങ്ങനെയാണ് വേഷവിധാനങ്ങൾ. ഭൂതപ്രേത പിശാചുക്കളുടെ ബാധ തങ്ങളിൽ പ്രവേശിച്ചു എന്ന് വിശ്വസിക്കുന്ന ഭക്തർ അഗ്നികണ്ഠകർണൻ്റെ മന്ത്രഭസ്മം പ്രസാദമായി സ്വീകരിക്കുന്നു. കണ്ണാടി ബിംബം കയ്യിലേന്തി പ്രത്യേക ആയോധന ചുവടുകൾ വെച്ചാണ് തോറ്റം പുറപ്പാട്. ദേവക്കൂത്തിനെ അനുസ്മരിക്കും വിധം സ്ത്രീകൾ ഈണത്തിൽ തോറ്റം ചൊല്ലുന്നതും ഈ തെയ്യത്തിൻ്റെ മാത്രം സവിശേഷതയാണ്. അഗ്നികണ്ഠകർണൻ്റെ തോറ്റം ഗൂഢശ്ലോകങ്ങളായിരിക്കും. നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണ് തെയ്യം. തെയ്യത്തിൻ്റെ നർത്തനം തെയ്യാട്ടമെന്നും തെയ്യത്തിൻ്റെ വേഷം തെയ്യക്കോലമെന്നും അറിയപ്പെടുന്നു.
ദേവാരാധന നിറഞ്ഞ തെയ്യം അനുഷ്ഠാനത്തിൽ മന്ത്രപരമായ അനുഷ്ഠാനം, തന്ത്രപരമായ അനുഷ്ഠാനം, കർമ്മപരമായ അനുഷ്ഠാനം, വ്രതപരമായ അനുഷ്ഠാനം എന്നിവ ഇടകലർന്നു കാണുന്നു. ദൈവമെന്നതിൻ്റെ വാമൊഴി രൂപമാണ് തെയ്യം. ഓരോ സമുദായത്തിനും നിശ്ചിത കോലങ്ങൾ കെട്ടിയാടാനുള്ള അവകാശം തമ്പുരാൻ നൽകിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. സങ്കീർണവും മനോഹരവുമായ മുഖത്തെഴുത്തും കുരുത്തോലകളും പൂക്കളും മറ്റും ഉപയോഗിച്ചുള്ള രക്തവർണ്ണാങ്കിതമായ ആടയാഭരണങ്ങളും ചെണ്ട, ചേങ്ങില, ഇലത്താളം, കറുംകുഴൽ, തകിൽ തുടങ്ങിയ വാദ്യമേളങ്ങളിലും ലാസ്യതാണ്ഡവ നൃത്താദികളും സമ്മോഹനമായി സമ്മേളിക്കുന്ന തെയ്യം വിശ്വാസത്തോടൊപ്പം കലാസ്വാദനം ഉണർത്തുന്ന അപൂർവമായ ഒരു കലാരൂപമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വടക്കേ മലബാറിൻ്റെ തനത് കലാരൂപമാണ് തെയ്യം. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലും കോഴിക്കോട് ജില്ലയുടെ വടക്കൻ ഭാഗങ്ങളിലും തീയർ, നമ്പ്യാർ, നായർ, വാണിയർ, മണിയാണി എന്നീ വിഭാഗക്കാരുടെ കാവുകളിലോ തറവാടുകളിലോ ആണ് പ്രധാനമായും ഈ അനുഷ്ഠാനകല കെട്ടിയാടുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന തെയ്യമാണ് വിഷ്ണുമൂർത്തി. ആദ്യമായി വിഷ്ണുമൂർത്തി തെയ്യം കെട്ടിയത് പാലായി പെരപ്പൻ എന്ന മലയനാണെന്നാണ് വിശ്വാസം. ഒറ്റക്കോലം എന്ന പേരിൽ വയൽ തെയ്യമായി വിഷ്ണുമൂർത്തി തെയ്യം കെട്ടിയാടാറുണ്ട്. തീപ്രവേശമാണ് അവിടെ മുഖ്യം. വീടുകളിൽ കെട്ടിയാടുന്ന വിഷ്ണുമൂർത്തി തെയ്യത്തിന് തീപ്രവേശത്തേക്കാൾ ഉഗ്രമൂർത്തിയായ നരസിംഹരൂപിക്കാണ് മുഖ്യം. അപ്പോൾ ഇതോടുകൂടി തെയ്യത്തിൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.